നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും അങ്ങേ അറ്റത്തെ ഉളുപ്പില്ലായ്മ നിങ്ങൾ കണ്ടില്ലേ? കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ പാർട്ടി ആയിട്ടുള്ള AAP തന്നെ സുപ്രീം കോടതിക്ക് നന്ദി അർപ്പിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിട്ടുള്ളതാണ്. സുപ്രീം കോടതിക്ക് നന്ദി. ഈ ജയിലിൽ നിന്ന് തിരിച്ചു വരുന്ന കെജ്രിവാൾ അതിശക്തനാണ്. അങ്ങനെ തുടങ്ങിയിട്ട് തോന്നിയതുപോലെ ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവ്, മടങ്ങി വരവ്, എന്തൊക്കെയാ ഇവന്മാര് തോന്നിയതുപോലെ വിളിച്ചു പറയുന്നത്. ഇതൊക്കെ സുബോധമുള്ള ആളുകൾ പുച്ഛിച്ച് തള്ളില്ലേ? ഇവിടെ ഇതേ ആളുകൾ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്തിനാ അറസ്റ്റ് ചെയ്തത്? പണമിടപാട് അനധികൃതമായിട്ട് നടത്തിയതുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും വാർത്ത ഇങ്ങനെയായിരുന്നു: ജനാധിപത്യത്തിന്റെ അട്ടിമറി, കോടതികളെ പോലും ഭരണകൂടം വിലക്കെടുക്കുന്നു. എന്തൊക്കെ തോന്നിയതുപോലെയായിരുന്നു വാർത്തകൾ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് പ്രചരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് വലിയ രീതിയിലായിരുന്നു ഇവിടെ പ്രചരണം. സുപ്രീം കോടതികളെ പോലും വിലക്കെടുക്കുന്നു കേന്ദ്ര സർക്കാർ എന്നൊക്കെ തോന്നിയതുപോലെ പറഞ്ഞ ആളുകളാണ് ഇപ്പൊ ജാമ്യം കിട്ടിയ സമയത്ത് കോടതിക്ക് നന്ദി, ഈടിക്ക് തിരിച്ചടി. എന്തൊക്കെ വാർത്തകളാണ് ഇവര് പടച്ചു വിടുന്നത്. ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവ് എന്ന് ഇത്തരം വാർത്ത കൊടുക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത്, രാജ്യത്തെ ജനാധിപത്യം ഒന്നും എങ്ങോട്ട് പോയിട്ടില്ല. നിങ്ങളുടെ സ്വന്തം ആള് അറസ്റ്റ് ആയ സമയത്ത് അങ്ങേ അറ്റത്തെ ഒരു ഉളുപ്പില്ലായ്മയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ജനാധിപത്യം ഇല്ല എന്നൊക്കെ നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് മാത്രമേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതനുസരിച്ച് ഇന്ന് സുപ്രീം കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ രാജ്യത്തെയും കോടതിയെയും ഒക്കെ അംഗീകരിക്കുന്ന ആളുകൾ അംഗീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ഒരാളും രംഗത്തെത്തിയിട്ട് ഇവിടെ ജനാധിപത്യത്തിന്റെ അട്ടിമറിയെന്നോ ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്നോ കോടതിയെ വിലക്കെടുത്തെന്നൊന്നും ആരും പറയില്ല. മറിച്ച് ബോധമുള്ള ആളുകൾ ഈ ജാമ്യത്തെയും ഈ അറസ്റ്റിനെയും ഒക്കെ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനി വളരെ ലളിതമായിട്ട് ബോധമുള്ള ആളുകളോടൊക്കെ തന്നെ ചോദിക്കാനുള്ളതും നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അവിടെ പ്രചരണത്തിനൊക്കെ തന്നെ ഒരുപാട് സമയമുണ്ട്. അങ്ങനെ കോടതിയൊക്കെ വിലക്കെടുക്കുകയായിരുന്നെങ്കിൽ ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോരായിരുന്നോ ഈ ജാമ്യം കൊടുക്കലൊക്കെ? ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു ഉളുപ്പ് എന്നൊരു സാധനം ബാക്കിയുണ്ടെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന വാർത്തകൾ, നമ്മുടെ കോടതികളെ പോലും സുപ്രീം കോടതിയെ പോലും കോടതികളൊക്കെ വിലക്കെടുക്കുന്നു എന്ന അങ്ങേയറ്റത്തെ ഉളുപ്പില്ലായ്മ ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ വിളിച്ചു പറയാതിരിക്കുക. പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയൊന്നും ഈ കെജ്രിവാളിനെയൊന്നും യാതൊരു തരത്തിലും ഭയക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മാധ്യമങ്ങൾ അറിയണം. കാരണം വിരലിൽ എണ്ണാവുന്ന പാർലമെന്റ് സീറ്റുള്ള ഒരു പാർട്ടിയെ, അല്ലെങ്കിൽ അത്തരം സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടിയെ, ഈ രാജ്യം ഒന്നടങ്കം ഭരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയും അതിൻ്റെ നേതൃത്വവും ഒക്കെ എന്തിനാണ് പേടിക്കുക? ഇവിടെ വലിയ ചർച്ചയാ, കെജ്രിവാൾ വന്ന് ഇനി അങ്ങ് വീങ്ങുമെന്ന്. എന്തൊരു മണ്ടത്തരമാണ് നിങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. രാജ്യത്ത് സുബോധമുള്ള സകല ആളുകളോടും പറയാനുള്ളത്, രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കെജ്രിവാൾ പണമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കേസും കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സുപ്രീം കോടതി ജാമ്യം കൊടുക്കണമെന്ന് മനസ്സിലാക്കിയ സമയത്താണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു ഭരണകൂടത്തിന്റെയും കൈകടത്തലുകൾ ഇല്ല എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.